ഇതുപോലൊരു ബാത്റൂം ഉണ്ടോന്ന് എന്നെ പോലെ നിങ്ങളും ചിന്തിക്കും. അതവിടെ നിൽക്കട്ടെ, എന്നാലും അവൾ എന്തായിരിക്കും അവനോട് പറഞ്ഞിട്ടുണ്ടാവുക? ഈ ചോദ്യം എന്നെ പോലെ നിങ്ങൾക്കും ഉണ്ടാവും ഇത് കണ്ടു കഴിയുമ്പോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് നിർത്തിയ കൊടുത്തു തുടങ്ങാം. നിലവിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഒരു ടർക്കിഷ് സ്ട്രീറ്റ് ഫുഡ് ആണ്. കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം ഇവിടെ എന്തുമാത്രം വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെന്ന്. ഒരേ ഒരു പ്രശ്നമുള്ളൂ, ഇതിനകത്ത് എന്ത് കഴിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ഫൈനലി നമ്മൾ ചൂസ് ചെയ്തത് ചിക്കൻ ടർക്കിഷ് ഗോസ്ലേം, അങ്ങനെ എന്തുവാണ് അതിനെ പറയണേ, ആ സാധനമാണ് നമ്മൾ മേടിച്ചത്. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നല്ല ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. അല്ല, ഇത്രയും അടിപൊളി പാട്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാൻ തോന്നണേ അല്ലേ? അവിടെ നമ്മളെ പോലെ തന്നെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വീക്കെൻഡ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പോലെ. കാരണം എന്താണെന്നറിയോ, ഈ വീക്കെൻഡ്സ് ഒക്കെ നമ്മളെ മെന്റലി ഫ്രഷ് ആക്കാനും ഫിസിക്കലി ഹെൽത്തി ആക്കാനും സോഷ്യലി ഒന്ന് കണക്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനും ഒരു വെൽ സ്പെൻഡ് വീക്കെൻഡ് ഹെൽപ്പ് ചെയ്യും. ഞാൻ അവന്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അവന്റെ കൂടെയുള്ള ഫ്രണ്ടിനെയും വിളിച്ച് കാണിച്ചു കൊടുത്ത്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ജാപ്പനീസ് സ്ട്രീറ്റ് ഫുഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത ആ പേര് വീഡിയോ എടുത്തിട്ടിരുന്നു, പക്ഷെ പിന്നെ ഇടയ്ക്ക് മനസ്സിലായത് ആ വീഡിയോയിൽ പെട്ടിട്ടില്ല. അത് തണുപ്പായതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിലിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അതൊരു കൈൻഡ് ഓഫ് ഹീറ്റർ പോലെയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതൊരു 11 മണി വരെ ഉണ്ടാവുന്നു, പക്ഷെ ഇതൊരു 10 മണി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യും. ഭയങ്കര അടിപൊളിയായിട്ട് ബാത്റൂം എന്നൊക്കെ എഴുതി വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കണം എന്ന്. ഇവിടെ ഹാങ് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതാണ് ബാത്റൂമിന്റെ എൻട്രൻസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ബാത്റൂമിന്റെ ഒരു എൻട്രൻസ് ആയിട്ട് ഫീൽ ചെയ്യണുണ്ടോ? എനിക്ക് തീരെ ഫീൽ ചെയ്തില്ലായിരുന്നു. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ബാത്റൂം കണ്ടിട്ടില്ല. കുറെ പെയിന്റിങ്സും ഫോട്ടോസും ബുക്സും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഷൂന് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ബാത്റൂംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ